നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല. അതിനായി ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക. പറഞ്ഞു ചെയ്തതും അറിഞ്ഞു ചെയ്തതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അറിഞ്ഞു ചെയ്തവരെ കിട്ടിയവർ ഭാഗ്യവാന്മാരാണ്. ചെവി കൊണ്ട് കേൾക്കാത്തതും കണ്ണുകൊണ്ട് കാണാത്തതും നാവിനെ അറിയാതിരുന്നാൽ ഒരു പരിധിവരെ സന്തോഷകരമായി ജീവിക്കാം. മറ്റുള്ളവർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീർത്തും ചെറുതും ദുർബലവുമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ കഠിനമാണെന്നോ മടിപ്പുളവാക്കുന്നതാണെന്നോ കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത്. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്, തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത്. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക, എന്നാൽ മനസ്സ് നന്നാകും. മനസ്സു നന്നായാൽ പ്രവൃത്തിയും, അതിലൂടെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. ശക്തമായ മനസ്സുകൾ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നു. ശരാശരി മനസ്സുകൾ സംഭവങ്ങൾ ചർച്ച ചെയ്യുന്നു. ദുർബല മനസ്സുകൾ ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. വേദന നിങ്ങളെ ശക്തനാക്കുന്നു. കണ്ണുനീർ നിങ്ങളെ ധീരനാക്കുന്നു. നഷ്ടപ്രണയം നിങ്ങളെ ബുദ്ധിമാനാക്കുന്നു. അതിനാൽ മികച്ച ഭാവി തന്നതിന് ഭൂതകാലത്തോട് നന്ദി പറയുക. നിങ്ങളുടെ രഹസ്യങ്ങളും അരക്ഷിതാവസ്ഥകളും ആരുമായും പങ്കുവയ്ക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറും. നിങ്ങൾ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഭൂതകാലം ഒരിക്കലും തോൽവിയായി കണക്കാക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുക. പരാജയം സംഭവിച്ചാൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഉപയോഗപ്പെടുത്താത്ത അവസരങ്ങളാണ് പിൽക്കാലത്ത് പശ്ചാത്താപമായി മാറുന്നത്. പഠനങ്ങൾ പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് 10 മിനിറ്റിലധികം സമയം ആ സ്ത്രീയെ ഓർക്കാതെ തുടരാൻ കഴിയില്ലെന്നാണ്. ഒരാളുടെ വികാരങ്ങൾ തമാശയായി കാണരുത്. അത് അവരെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. ജീവിതത്തിൽ സന്തോഷിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മതി. എന്നാൽ അത് ഓരോ മനസ്സിന്റെയും സ്വീകാര്യത പോലെയാണ്. ഏതു മോശാവസ്ഥയിലും അത് തരണം ചെയ്യുവാനുള്ള ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാകും. മനസ്സു മടുക്കാതെ അവയെ കണ്ടെത്തുക. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്. പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുന്നതെന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ വിവേകത്തോടെ ആഘോഷമാക്കി മാറ്റുക. നമ്മുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ കണ്ടെത്തരുത്. കാരണം ഒരിക്കൽ അവർ നമ്മെ അവഗണിച്ചാലോ മുഖം തിരിച്ചാലോ നമ്മൾ തകർന്നു പോയേക്കാം. ജീവിതത്തിൽ എപ്പോഴും മറ്റാരുമില്ലെങ്കിലും ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്ന ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. ജീവിതത്തിലെ നല്ല പാഠങ്ങൾ പലപ്പോഴും മനസ്സിലാക്കി തരുന്നത് മോശപ്പെട്ട ആളുകളാണ്. എന്നാൽ ആ പാഠം ഉൾക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ വിലയിരുത്തുക. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ്. കാത്തിരുന്നത് എന്താണെന്നറിയാതെ ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുന്നു. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും. നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു പ്രയോജനവുമില്ല. നമുക്ക് വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം. നമുക്ക് വേണ്ടിയും അല്പസമയം മാറ്റിവെക്കണം. നമുക്ക് വേണ്ടിയും ജീവിക്കണം. ഉരുകിയാൽ മാത്രം പോരാ, നമ്മിലെ പ്രകാശം ആസ്വദിക്കുകയും വേണം. ഒന്നും ശാശ്വതമല്ല. നന്മ ചെയ്യുന്നതിൽ മനസ്സർപ്പിക്കുക. അത് വീണ്ടും വീണ്ടും ചെയ്യുക. നിങ്ങൾ സന്തോഷത്താൽ നിറയും. ആരെയും ബോധ്യപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊക്കെ നമ്മുടെ ജീവിത വഴിയിലെ താൽക്കാലിക യാത്രക്കാർ മാത്രമാണ്. നിന്നെ വേദനിപ്പിക്കുന്നവരോട് പറ്റിക്കുന്നവരോടും നീ ഒന്നും തിരിച്ചു ചോദിക്കരുത്. കാലം അവർക്കുള്ളത് മാറ്റിവെച്ചിട്ടുണ്ട്. ലക്ഷ്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല, പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ്. തോൽക്കാൻ ഒരു വിഷമവുമില്ല. ജീവിതമല്ലേ, ജയവും തോൽവിയും സാധാരണം. പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് അറിഞ്ഞപ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത്.
പഠനങ്ങൾ പറയുന്നത് തങ്ങളോട് നിരന്തരം സംസാരിക്കുന്നവരെക്കാൾ തങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരെയാണ് സ്ത്രീകൾ കൂടുതലായി ശ്രദ്ധിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചിലരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് തോന്നാം അവർക്ക് നമ്മളാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. അത് നമ്മുടെ വെറുമൊരു വിശ്വാസം മാത്രമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിൽ സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവരെ അവർക്കിഷ്ടമുള്ളതുപോലെ സംസാരിക്കാൻ വിടുക. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ വിലയുള്ളതാകും വരെ മിണ്ടാതിരിക്കാൻ ശീലിക്കുക. അർത്ഥമില്ലാത്ത വാക്കുകളേക്കാൾ നല്ലത് നിശബ്ദതയാണ്. കുട്ടികൾക്ക് ജ്ഞാനവും വിവേകവും വിനയവും പകർന്നു കൊടുക്കുക. അപ്പോൾ മനുഷ്യരെ ശിക്ഷിക്കേണ്ട ആവശ്യകത ഇല്ലാതാകും. നമ്മളെ മറ്റുള്ളവർ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലരാണ് നമ്മളെ വെറുക്കുന്നത്. അവരെ അവരുടെ വഴിക്ക് തന്നെ വിടുക. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവുകഴിവുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സത്യം യാത്ര തുടങ്ങുമ്പോഴേക്കും കള്ളം നാട് ചുറ്റി തിരിച്ചു വന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു ചെറിയ കാര്യത്തെ ഒരുപാട് വാക്കുകളിൽ പറയരുത്. എന്നാൽ ഒരു വലിയ കാര്യത്തെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പഠിക്കണം. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാതെ ആരും സ്വതന്ത്രനല്ല. അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. നിങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം. കൂടുതലായി നേടുന്നവർ കൂടുതലായി ത്യജിക്കേണ്ടി വരും. ഉയരങ്ങൾ കൈവരിക്കുന്നവർ വളരെയധികം ത്യജിക്കണം. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ്. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യന്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. മനഃശാസ്ത്രം പറയുന്നു, ഒരു സ്ത്രീയുടെ മനസ്സിൽ ഇടം നേടാൻ നിങ്ങൾ സത്യം മാത്രം പറഞ്ഞാൽ മതിയാകും. ജീവിതത്തിൽ തോൽവി അനുഭവിക്കുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം. തോൽവി സമ്മതിച്ച് പിന്മാറരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.